Guys, welcome back to another video. So, in the നമ്മൾ സംസാരിക്കാൻ പോകുന്നത് how to make money online. അതെ, how to make money online എന്ന സീരീസിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ, എൻ്റെ ഈ ചാനലിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു ചാനലാണ്. ആൻഡ് പലതും ഇതിലിപ്പോൾ കാണിക്കുന്ന പലതും എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ കുറേ കാലം ഈ പല ആപ്സിൻ്റെ പുറകെ നടന്ന ശേഷം ആക്ച്വലി പേ ഔട്ട് ചെയ്യുന്ന കുറച്ച് ആപ്സ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ആപ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത്. സോ എനിക്ക് കിട്ടിയ അറിവ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വരുമാനം അത് നിങ്ങളിലും കൂടെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സോ ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യുവർ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. ആൻഡ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. പ്ലേ സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. സോ ഈ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ യുവർ ഒപ്പീനിയൻ എന്ന് പറയുന്ന ആപ്പ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഇപ്പോൾ സൈഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ആൻഡ് ഇതിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 1 crore കൂടുതൽ ആൾക്കാർ ആക്ച്വലി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിലും അതിൻ്റെ നമ്മുടെ ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ അധികം ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. സോ ഈ ആപ്പിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് അവർ കുറച്ച് ടാസ്ക് തരും. അതായത് ബേസിക്കലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ എവിടെ ജീവിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത്. സോ എന്തുകൊണ്ട് അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു കസ്റ്റമർ സർവേ ആപ്പാണ്. അതായത് യൂസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡേറ്റ എടുത്ത ശേഷം ആ ഡേറ്റ ഇവർ പല മൾട്ടിനാഷണൽ കമ്പനീസിന് വിൽക്കുന്നു. ആൻഡ് അതിൽ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതിനകത്തൊരു ഡേഞ്ചർ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഓഫ് കോഴ്സ് ചെറിയൊരു ഡേഞ്ചർ ഇതിനകത്തുണ്ട്. കാരണം നമ്മുടെ യൂസർ ഡേറ്റ നമ്മൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിൽക്കുകയാണ്. നമ്മളുടെ അറിവോടെ തന്നെ, നമ്മുടെ കൺസെൻറ്റോടെ തന്നെ നമ്മളത് വിൽക്കുകയാണ്. ആൻഡ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഓണസ്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന വഴി നമ്മുടെ ഒപ്പീനിയൻസ് മറ്റൊരു കമ്പനിയിലേക്ക് എത്താണ്. ഓഫ് കോഴ്സ് അത് എത്തുന്നുണ്ടെന്ന് അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൊറാലിറ്റിയെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ഡേറ്റ നമ്മൾ അറിയാണ്ട് തന്നെ പല രീതിയിലും പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനേക്കാളൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഡേറ്റ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ഒപ്പീനിയൻ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തുകൊണ്ട് ഈ ആൻസർ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കൂടെ കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. സോ ആ ഒരു ഐഡിയയിൽ മാത്രമാണ് പറയുന്നത്. സോ ഈ ആപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഈ ആപ്പിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സോ ഈ ആപ്പ് ബേസിക്കലി നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും ഈ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ അതിന് ആൻസർ കൊടുക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ബേസിക്കലി മാർക്കറ്റ് റിസർച്ചിങ് ആണ് ഈ ആപ്പിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ആപ്പിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോ ടാസ്കിൻ്റെയും ബേസിസിൽ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ ടാസ്കിൻ്റെയും ബേസിസിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും. ആൻഡ് 3.5 million ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് $5 പേയ്പാൽ വഴി നിങ്ങൾക്ക് ആക്ച്വലി വിഡ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് പേയ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ GPay ഒക്കെ പോലെ തന്നെ ഒരു പേയ്മെന്റ് ഇന്റർഫേസിംഗ് ആപ്പാണ്. സോ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യുന്നതുള്ളൂ. സോ 3.5 million എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ 7,000 8,000 ഒക്കെയാണ് ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എക്സ്ക്ലൂസീവ് സർവീസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം എക്സ്ക്ലൂസീവ് സർവീസ് എടുത്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും 70,000 100,000 1 million വരെയൊക്കെ നിങ്ങൾക്ക് ഒറ്റ സർവേ തന്നെ ക്രെഡിറ്റ് ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ആക്ച്വലി ഈ പറയുന്നത് അത്ര ഭയങ്കര പാടൊന്നുമില്ല, കുറച്ച് പാടാണ്, ഇല്ലെന്നല്ല, കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ പുറകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഭയങ്കര പാട് ഇമ്പോസിബിൾ എന്നല്ല. 3.5 million എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരുപാട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും, ഓക്കെ ഇത് ഒരുപാട് ടൈം എടുക്കും അല്ലെങ്കിൽ ഇതൊക്കെ പറ്റുമെന്നൊക്കെ തോന്നും. പക്ഷേ ആക്ച്വലി പേഷ്യൻസ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ളത് പോലെ തന്നെ ക്ഷമ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ഈ പറയുന്നൊരു സംഭവം നമുക്കിപ്പോൾ ഒരു പകുതി വരെ എത്തി, ഇപ്പം നമ്മളൊരു 1 million ഒക്കെ എത്തി, പക്ഷേ വീണ്ടും നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ 2 million 3.5 million വരെ ഒന്നും പോകാൻ വയ്യ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ 1 million വരെ എത്തിയത് വേസ്റ്റ് ആണ്. ആൻഡ് അത് ആ കമ്പനിക്ക് ലാഭമാണ്. സോ നമ്മൾ എപ്പോഴാണ് 3.5 million എത്തുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ആ പേ ഔട്ട് കിട്ടുള്ളൂ. ആൻഡ് പേ ഔട്ട് കിട്ടുന്ന മുതൽ നമുക്ക് ലാഭമാണ്. സോ ഈ പറയുന്ന മാതിരി തന്നെ അത്ര പാടുള്ള സംഭവം എന്നല്ല. ഈ സർവീസിൻ്റെ ലിസ്റ്റൊക്കെ എല്ലാ ആഴ്ചയും റിഫ്രഷ് ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പുതിയ സർവീസ് കിട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ ഒരു 2-3 മിനിറ്റിനകത്ത് തന്നെ വീണ്ടും പുതിയ സർവീസ് വന്നുകൊണ്ടിരിക്കും. സോ ജസ്റ്റ് ക്ഷമയോടെ നിങ്ങൾ ആ സർവീസൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ആൻഡ് ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാ യൂസേഴ്സിനും എല്ലാ സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ ഇതിനെ എങ്ങനെയൊക്കെയാണ് സർവേ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ എൻ്റെ ചാനലിൽ കയറി ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ആപ്പ് തന്നെ നമ്മുടെ എല്ലാ ആൾക്കാർക്കും, ഈ പറയുന്ന എല്ലാ യൂസേഴ്സിനും നമുക്ക് ആക്ച്വലി ക്യാഷ് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിലല്ല അവർ ചെയ്തിരിക്കുന്നത്. ആ 3.5 million എന്ന് പറയുന്ന ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാനുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ ആ ഒരു ഇച്ഛാശക്തിയുള്ള ഒരാൾക്ക് മാത്രം ഈ പറയുന്ന ഒരു സംഭവത്തിൽ എത്താൻ പറ്റുള്ളൂ. സോ ആപ്പിൻ്റെ ലിങ്ക്, ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കുക. ക്യാഷ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ക്യാഷ് കിട്ടുന്നില്ലെങ്കിൽ അത്
കമന്റ് ചെയ്യുക. സോ ലെറ്റ്സ് ലേൺ ആൻഡ് മൂവ് ഫോർവേഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.